ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി രണ്ട് പാർട്ടായ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷനും പിന്നെ എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്ത് നോക്കി. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ അടുത്തൊരു പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ആദ്യം ക്ലോസിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ എഴുതുക, അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും. ഈ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസുകളെല്ലാം ആഡ് ചെയ്യുക. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകംസ് എല്ലാം മൈനസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കിട്ടുക. ഇത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ചെയ്യേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടാണ് ഉള്ളത്. ഒന്ന് സോഴ്സ് സൈഡും ഒന്ന് ആപ്ലിക്കേഷൻ സൈഡും. സോഴ്സ് സൈഡിൽ നമുക്ക് വരുന്നത് എല്ലാ സോഴ്സസ്, അതായത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ടുകൾ വരുന്നത് അതൊക്കെയാണ് സോഴ്സ് സൈഡിൽ വരുന്നത്. ആപ്ലിക്കേഷൻ സൈഡിൽ വരുന്നത് നമ്മളുടെ ഫണ്ടുകളെല്ലാം എങ്ങോട്ടാണ് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സൈഡിൽ വരുന്നത്. നമുക്ക് ഈ രണ്ട് പോർഷനും എക്സ്പ്ലെയിൻ ആയിട്ട് നെക്സ്റ്റ് ഒരു പാർട്ടിൽ നമുക്ക് നോക്കാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ്. ഇതൊക്കെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പോലെ തന്നെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും ഒരേപോലെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടും ഇത് കൺസിഡർ ചെയ്യാം. അതായത് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആൻഡ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് എടുക്കേണ്ടത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ല, ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക. ഏത് എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്? പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൺസേൺഡ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ബാലൻസിങ് ഫിഗറാണ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഈ എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ടാക്സ് പെയ്ഡ് എന്ന എമൗണ്ട് ആ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നിന്നും നമുക്ക് കിട്ടും. ഈ ടാക്സ് പെയ്ഡ് എന്ന എമൗണ്ട് ആപ്ലിക്കേഷൻ സൈഡിലും എഴുതുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് രണ്ട് സൈഡാണുള്ളത്, ആപ്ലിക്കേഷൻ സൈഡും സോഴ്സ് സൈഡും. അതിൻ്റെ ആപ്ലിക്കേഷൻ സൈഡിലാണ് ഈ എമൗണ്ട് എഴുതേണ്ടത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരേപോലെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും രണ്ട് മെത്തേഡിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ അത് കൺസിഡർ ചെയ്താൽ മതി. അല്ല, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്തെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിലും എഴുതുക. നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ എന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യുക, ദെൻ
കൺസേൺഡ് അക്കൗണ്ട്, അതായത് ഇപ്പോൾ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ മെഷീനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ഇതാണ് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതെല്ലാം ഷോർട്ട് കീസാണ്, അതായത് ഷോർട്ട് കട്ട് വേസ് ആണ് എങ്ങനെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യേണ്ടേ എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് കീസാണ് ഇത്. നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇൻറ്ററിം ഡിവിഡൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിലും എഴുതുക. ഇങ്ങനെയാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസ് ചെയ്യേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യുക. ഏത് എമൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്? ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് 2 ബാലൻസ് ഷീറ്റാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യുക. ആ 2 എമൗണ്ടും 2 ബാലൻസ് ഷീറ്റിൻ്റെ 2 എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ജനറൽ റിസർവ്, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റായ ജനറൽ റിസർവ്. ജനറൽ റിസർവും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണം. ഏത് എമൗണ്ട് ആഡ് ചെയ്യേണ്ടത്? ഡിഫറൻസ് എമൗണ്ട്. 2 ബാലൻസ് ഷീറ്റിൻ്റെ എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം എന്താ ചെയ്യേണ്ടത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സ് സൈഡിലാണ് സെക്യൂരിറ്റീസ് പ്രീമിയം എഴുതേണ്ടത്. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ആപ്ലിക്കേഷൻ സൈഡിലും എഴുതുക. ഒന്നും കൂടെ പറയാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ആപ്ലിക്കേഷൻ സൈഡിലും എഴുതുക. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരിക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വേ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഈ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.